അനധികൃതമായിട്ട് താമസിക്കുന്ന ഇന്ത്യക്കാർ വളരെയധികം ഉണ്ട് ഇവിടെ. ഈ ഇന്ത്യക്കാർക്ക് ജോലി കിട്ടുന്നത് റെസ്റ്റോറൻറ്റുകളിലായിരിക്കും. പൊതുവെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലായിരിക്കും പൊതുവെ ഇവർക്ക് ജോലി കിട്ടുക. ഇങ്ങനെ ഉള്ളവരെ അന്വേഷിച്ച് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഓണർമാർ നടക്കുന്നുണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ ആൾക്കാർ ആണ് പലരെയും ഇങ്ങനെ വിസിറ്റിംഗ് വിസയിലൊക്കെ കൊണ്ടുവന്ന് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അനധികൃതമായിട്ട് താമസിക്കുന്ന ഒത്തിരി ഇന്ത്യക്കാരുണ്ടെന്ന് പറയുമ്പോൾ അവരെയൊക്കെ സഹായിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്, അവർക്ക് ജോലി കൊടുക്കാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഇവിടെ താമസിക്കുന്നത്. പല ആൾക്കാരും ഇങ്ങനെ തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഫ്രീ ആയിട്ട് തിരിച്ചു പോകാമല്ലോ, വിമാന ടിക്കറ്റ് ഒന്നും കൊടുക്കണ്ടല്ലോ, ഗവൺമെന്റ് അവർ തിരിച്ചയച്ചോളൂല്ലോ. ഒരു ന്യൂസ് കണ്ടതാണ്, C-17 എന്ന് പറഞ്ഞ ഒരു മിലിറ്ററി വിമാനത്തിൽ 205 ഇന്ത്യക്കാരെ തിരിച്ചയക്കാനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചു. അപ്പോൾ ഫ്രീ ആയിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാമല്ലോ. ഒരു വിമാന ടിക്കറ്റ് എടുക്കണമെങ്കിൽ തന്നെ ഒരു $1000 ആവും എന്ന് എനിക്ക് തോന്നുന്നു. ഈ സമയത്തൊക്കെ ഒരു 1000 ഏകദേശം ആവും. ഇതാണെങ്കിൽ അങ്ങനെയൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് തിരിച്ചു പോകാം. വിസ ഓവർസ്റ്റേ ചെയ്തവരാണെന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ബോർഡർ ക്രോസ് ചെയ്ത് വന്നതാണ്, തനിക്ക് രേഖകളൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവർ ഓക്കെ, അവർ റിപ്പോർട്ട് ചെയ്യും. ഈ തിരിച്ചു വരുന്നവരിൽ പല ആൾക്കാരും നല്ലതുപോലെ കാശൊക്കെ സമ്പാദിച്ച് കാണണം. പിന്നെ പല ആൾക്കാരും സിംഗിളായിരിക്കും. അവരുടെ ഭാര്യയും അല്ലെങ്കിൽ സ്പൗസും പിള്ളേരും ഒക്കെ നാട്ടിലുള്ളവരായിരിക്കും. അവർക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അതിൻ്റെ അകത്ത് ഒത്തിരി ഇന്ത്യക്കാർ ഇങ്ങനെ വിസിറ്റിംഗ് വിസ ഓവർസ്റ്റേ ചെയ്തവർ, ഇങ്ങനെ കാനഡയിൽ നിന്ന് അതിർത്തി കടന്നു വന്നവർ, മെക്സിക്കോയിൽ നിന്ന് അതിർത്തി കടന്നു വന്നവരൊക്കെ ഉണ്ടാവും. പല ആൾക്കാരും ഇന്ത്യക്കാരുടെ ഓണർഷിപ്പിലുള്ള ഗ്യാസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാർ നടത്തുന്ന ഗ്യാസ് സ്റ്റേഷനിൽ വളരെ ചീപ്പായിട്ട് ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ബിസിനസ് നടത്തുന്നവർ, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, ഇങ്ങനെ സബ്വേ അങ്ങനെയുള്ള ബിസിനസ് നടത്തുന്ന, അല്ലെങ്കിൽ ഡങ്കിൻ ഡോണറ്റ്സ്, ഇങ്ങനെ കോഫി ഷോപ്പിലൊക്കെ ജോലിക്കാരെ ആവശ്യമുണ്ട് ചീപ്പായിട്ട്. അപ്പോൾ ഇത് നടത്തുന്നത്, ഇങ്ങനത്തെ ബിസിനസ് നടത്തുന്നവർക്കും പൈസ ലാഭിക്കാം, ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ രേഖകളില്ലാതെ താമസിക്കുന്നവർക്കും പൈസ സമ്പാദിക്കാം. അപ്പം രണ്ടും കൂടെ സംഭവിക്കുകയാണ് അവിടെ. പിന്നെ പല ആൾക്കാരും ഫാമിലിയൊക്കെ ഇന്ത്യയിലായിരിക്കും, പിന്നെ ഇവിടുന്ന് പൈസ സമ്പാദിച്ചു ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു പോയേക്കാമെന്ന് കരുതുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഞാനൊരിടത്തും എവിടെയെങ്കിലും റെയ്ഡ് നടത്തിയതായിട്ടൊന്നും കേട്ടിട്ടില്ല. ഇങ്ങനെ പല ആൾക്കാരും അവിടെ അങ്ങോട്ട് ചെന്ന് പറഞ്ഞായിരിക്കും തനിക്ക് രേഖകളൊന്നുമില്ല, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഡിപ്പോർട്ട് ചെയ്ത് തരാമോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നവരായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഐസിൻ്റെ ആൾക്കാരും വന്ന് റെയ്ഡ് നടത്തുവോ പിടിച്ചുകൊണ്ട് പോവോ അങ്ങനെ, അല്ലെങ്കിൽ ജയിലിലായവരായിരിക്കാം എന്തെങ്കിലും കുറ്റത്തിന്. പല ആൾക്കാരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്കൊക്കെ വരുന്നവരായിരിക്കും. ഇങ്ങനെ കൾച്ചറൽ പ്രോഗ്രാമോ ഡാൻസോ പാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സംഘത്തിൻ്റെ ഒപ്പം വന്നവരായിരിക്കും ഈ പല ആൾക്കാരും. അപ്പം അവർ വിചാരിച്ച് അവരിവിടെ വന്നു കഴിയുമ്പോൾ പല ആൾക്കാരെയും കാണും. അപ്പോൾ അവരിങ്ങനെ കണ്ടു കഴിയുമ്പോൾ എനിക്കൊരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്, നീ വന്ന് നിൽക്കുമോ, ഒരു 2 വർഷം ഇവിടെ വന്ന് നിന്നാൽ മതി, 2 വർഷം ജോലി ചെയ്യുവാണെങ്കിൽ നിനക്ക് അത്യാവശ്യം കാശ് സമ്പാദിച്ചിട്ട് തിരിച്ചു പോകാമല്ലോ, അങ്ങനെ കരുതി വിസയൊക്കെ ഓവർസ്റ്റേ ചെയ്ത് നിൽക്കുന്നവരുണ്ടാവും. അപ്പം ഇത് ബിസിനസ് നടത്തുന്നവനും ലാഭമാണ്. കാരണം സാധാരണ ജോലിക്കാരന് കൊടുക്കേണ്ട പൈസേനേക്കാളും കുറച്ച് കൊടുത്താൽ മതിയാവും ഇങ്ങനെയുള്ളവർക്ക്. അതിൽ ഇവർ ഹാപ്പി ആയിരിക്കും. എല്ലാ ദിവസവും ജോലിക്ക് വന്നോളും ഇങ്ങനെയുള്ള ജോലിക്കാർ. അപ്പോൾ ഇതിൻ്റെ ബിസിനസ് മുതലാളിക്ക് ഒരിക്കലും ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യം വരുന്നുണ്ടാവില്ല. ഞാനങ്ങനെ ഒത്തിരി പണ്ട്, ഇപ്പോഴല്ല, കുറച്ച് നാളുകൾക്ക്
വർഷങ്ങൾ മുമ്പ് ഒത്തിരി മലയാളികളെ കണ്ടിട്ടുണ്ട്. മലയാളികൾ ഗ്യാസ് സ്റ്റേഷനിൽ ജോലിക്ക് നിൽക്കുന്നത്. അവർ എന്തെങ്കിലും ബിസിനസ് ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ വന്നവരായിരിക്കും. അവർ സിംഗിളായിരിക്കും. അവരുടെ ഫാമിലി പൊതുവെ നാട്ടിലായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ ഇവിടെ ജോലി ചെയ്യുക, പൈസ ഇന്ത്യയിലേക്ക് അയക്കുക, അല്ലെങ്കിൽ വലിയ വീട് പണിയുക, അങ്ങനെയുള്ള ഉദ്ദേശത്തിലായിരിക്കും പല ആൾക്കാരും ഇവിടെ നിൽക്കുന്നത്. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അവരങ്ങ് തിരിച്ചു പോകും. പാസ്പോർട്ടൊക്കെ ഇപ്പം ഇവിടുന്ന് തിരിച്ചു പോകുന്നതിന്, അമേരിക്കയിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് പ്രത്യേകിച്ച് എക്സിറ്റ് വിസ പോലത്തെ സംഗതികളൊന്നുമില്ല. ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പൊതുവെ പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില ആൾക്കാർക്ക് പാസ്പോർട്ട് എക്സ്പയർ ആയിപ്പോകും. അങ്ങനെ പാസ്പോർട്ട് എക്സ്പയർ ആയവർക്ക് ഇങ്ങനെ ഒരു ഔട്ട് പാസ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടായിരുന്നു. ഇന്ത്യൻ കോൺസുലേറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഔട്ട് പാസ് ഏതാണ്ട് ചെയ്ത് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്തു പോയ ഒരു ചേട്ടൻ എനിക്കറിയാം. ഇങ്ങനെ ഇപ്പൊ അമേരിക്കയിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് കൂടെ ആരും ഒരു പ്രശ്നമില്ല. അനധികൃതമായി തങ്ങുന്നവരാണെങ്കിൽ പോലും സ്വന്തമായിട്ട് വിമാന ടിക്കറ്റ് എടുത്ത് തിരിച്ചു പോകുന്നതിന് യാതൊരു കുഴപ്പമില്ല. അങ്ങനെ ഒരു കുഴപ്പം ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ പുതിയ ഇന്ത്യക്കാരുടെ ട്രെൻഡാണ് അസൈലം എടുക്കുക. കുറെ പേർക്ക് അസൈലം കിട്ടിയിട്ടുണ്ടെന്നാണ് കേട്ടത്. അസൈലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭയാർത്ഥി പോലെ. അവരെന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഇങ്ങനെ ഗവൺമെന്റിൽ നിന്ന് അനുവാദം വാങ്ങിക്കും. രേഖകളില്ലാത്ത ഇന്ത്യക്കാരുടെ പുറകില് ബിസിനസ്സുകാരാണ് പൊതുവെ. അവരാണ് ഇവരെ പൊക്കിക്കൊണ്ട് വരുന്നവരും. ഇന്ത്യക്കാരായുള്ള ബിസിനസ്സുകാരുടെ കീഴിലാണ് ഇങ്ങനെയുള്ളവർ പൊതുവെ ജോലി ചെയ്യുന്നതും. അതിനുള്ള അനുവാദം അങ്ങനെയുള്ള ഇപ്പൊ ജോലി സ്ഥലത്ത് വന്ന് ആൾക്കാരുടെ രേഖകൾ പരിശോധിക്കുന്ന ഒരു രീതി ഈ രാജ്യത്തുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പൊതുവെ അങ്ങനെ സംഭവിക്കാറേ ഇല്ല. ഇപ്പൊ ജോലി സ്ഥലത്ത് ഇപ്പൊ ഗ്യാസ് സ്റ്റേഷൻ ചെന്നിട്ടാണെങ്കിലും ആരെങ്കിലും നിനക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള അനുവാദം ഉണ്ടോ, നിന്റെ രേഖ കാണിക്കാനായിട്ട് ഒരു ഉദ്യോഗസ്ഥനും പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ ഇങ്ങനെ ജീവിക്കും. ഇനി ഈ ഇന്ത്യക്കാർ കൂടുതൽ സക്സസ്ഫുൾ ആവാനുള്ള കാരണവും ഇത് തന്നെയാണ്.